ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വീക്ക് ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സൺഡേ 3 days കണ്ടിന്യൂസ് ഹോളിഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതിലെ ഒരു ദിവസം സാറ്റർഡേയിലത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശേൻ്റെ പ്രിപ്പറേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈല് കണവ തോരൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഇതാട്ടോ. തലേദിവസം കഴുകിയ പാത്രങ്ങൾ ഇതുപോലെ ഡ്രെയിൻ ആകാനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നതാണ് രാവിലെ എഴുന്നേറ്റുള്ള ഫസ്റ്റ് പണി എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഹോളിഡേയ്സിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഫ്രഞ്ച് ടോസ്റ്റോ അല്ലെങ്കിൽ എഗ് സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ടുള്ള സംഭവമായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഇച്ചിരി ഹെവി ആയിട്ട് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എഴുന്നേറ്റ പാടെ തന്നെ ഞാനിപ്പം മസാല ദോശൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പൊട്ടറ്റോയും 2 ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ സാമ്പാറും കൂടി ആക്കാനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ദാലിൻ്റെ ഉഴുന്നുണ്ടല്ലോ അതാട്ടോ യൂസ് ചെയ്യുന്നത്. സാമ്പാർ പരിപ്പല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ദാലുണ്ടല്ലോ അതാണ് ഇടുന്നത്. അപ്പോൾ അത് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം സെപ്പറേറ്റ് ആയിട്ട് പരിപ്പ് വേവിച്ചിട്ട് വെജിറ്റബിൾസ് അങ്ങനെയല്ല ചെയ്യുന്നത്, എല്ലാം കൂടി ഒന്നിച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പാറോട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ടൊരു ക്യൂക്കുംബർ, ക്യാരറ്റ്, പിന്നെ ഒരു സവോള, ടൊമാറ്റോ, പിന്നെ പച്ചമുളക് ഇത്രയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും, പിന്നെ കുറച്ച് കായപ്പൊടിയും, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം അത് പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 5-6 വിസിലൊക്കെ കേൾപ്പിക്കും കേട്ടോ. എനിക്കിങ്ങനെ ഈ വെജിറ്റബിൾസ് ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊരു 5-6 വിസിലൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മസാല റെഡിയാക്കാൻ വേണ്ടി 2 സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും ഒന്ന് ഉടച്ച് ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അത് മിക്സ് ചെയ്തൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ വറവിട്ട് കൊടുക്കാനായിട്ട്, വറവിടുന്നത് എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണല്ലോ അല്ലേ. എണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കുക. അത് ഈ ഒരു സാമ്പാറിലേക്ക് ഒഴിച്ച് റെഡിയാക്കി സാമ്പാറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുട്ടിട്ട് എടുക്കുക കേട്ടോ. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് ദോശയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കഴിക്കാൻ തന്നെയാണല്ലോ. അപ്പം ദോശയൊക്കെ ചുട്ടിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നമ്മുടെ മസാല വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്ന ഒരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് വട വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ മസാല ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഉഴുന്ന് വട കൂടെ കഴിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഉഴുന്ന് വട വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാറിൻ്റെ സർവീസോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വടയും വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മക്കൾ ഞാൻ എഴുന്നേറ്റ സമയത്ത് 2 ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയ സമയത്ത് 2 എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. ഇപ്പം ഇങ്ങനെയുള്ള ഹോളിഡേയ്സിലാണല്ലോ എല്ലാവരും കൂടെ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ആസാൻ പോവും, പിന്നെ ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടും. ഞാനും ഐസായി മാത്രമായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പം ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോഴേക്കും അങ്ങനെ നമ്മുടെ മസാല ദോശയും വടയും, പിന്നെ ഞാൻ ഒരു വൈറ്റ് ചട്നി ഉണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ച് നല്ല തിക്കായിട്ടുള്ള ചട്നി ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണേ.
പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുക, പിന്നെ ഫുള്ള് ക്ലീനിങ് ചെയ്യുക, ആ പണികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, നെത്തോലിയും ഈ കണവയാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലിങ്ങനെയാണോ പേര് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് കാണിച്ച നെത്തോലി, പിന്നെ രണ്ടാമത്തേത് ആ ഒരു കണവയും എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഈ കണവേനെ കൂന്തൽ എന്നൊക്കെ ചില സ്ഥലത്ത് പറയൂ കേട്ടോ, നമ്മുടെ അവിടെ കണവയും തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ രണ്ട് ഫിഷും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. സഫാരിയിൽ നിന്നും നെസ്റ്റോയിലൊക്കെ പോകുമ്പോൾ അവർ ചിലപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വയ്ക്കാനായിട്ട് അരി കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലായതുകൊണ്ട് തന്നെ ഫുള്ള് കട്ട് ചെയ്ത് അവർ ക്ലീൻ ചെയ്ത് റെഡിയാക്കി തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെ ആ നെത്തോലീൻ്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഈ കറുത്ത ആ ഒരു അഴുക്ക് പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. പിന്നെ കണവയും എല്ലാവരും ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കട്ട് ചെയ്ത് കിട്ടിയാൽ മാത്രമേ ഫിഷ് വാങ്ങുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വാങ്ങില്ല. ഈ കിച്ചണിൽ നമുക്ക് അറിയാമല്ലോ, ഇവിടേക്കുള്ള ചെറിയ കിച്ചൺ ആകുമ്പോഴത്തേക്കും എല്ലാം ഈ സിങ്കിലേക്ക് ഇട്ട് ചെയ്യുമ്പം ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ ചില ഫിഷ്, ഈ കൊഞ്ച് പോലെയുള്ള ഫിഷൊക്കെ ചിലപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരില്ല, അങ്ങനെ ചിലപ്പം അല്ലാണ്ട് വാങ്ങുന്നു എന്നുള്ളതല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടാട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു ചട്ടി ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് നെത്തോലിയൊക്കെ ഫ്രൈ ആക്കാനായിട്ട് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം കണവ തോരൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇത് ഞാനിപ്പം ഈ ഓണത്തിൻ്റെ സമയത്ത് സഫാരി ഓണച്ചന്ത ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ചട്ടിയാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ആ ഒരു കാര്യങ്ങളും അവിടുത്തെ ഓണച്ചന്തയും വിശേഷങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കണവ തോരൻ വെക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉണ്ടല്ലോ, ഞാൻ ചോപ്പ് ചെയ്തിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. ചതച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഈ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് തന്നെ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. അപ്പോൾ ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കഴുകി ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കണവയുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്യുന്നത് പോലെ നല്ല രീതിയിൽ ഇത് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കണവ നല്ല രീതിയിൽ വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ആ ഒരു കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതൊന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു മോര് കാച്ചിയതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഇക്കാക്ക് മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി വഴറ്റി കൊടുത്തതിന് ശേഷം 2 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതുപോലെ തൈരുണ്ടല്ലോ, കട്ട തൈര് ഒന്ന് ഉടച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടെടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഈ ഒരു മോര് കാച്ചിയതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കണവത്തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടോ ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും നന്നായിട്ട് റെഡിയായി വരും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ അരപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇനിയിപ്പം കണവേണ്ടത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണവയൊക്കെ ഒന്ന് വെന്ത് റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു വെള്ളം ചെറിയൊരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതുള്ളത് നല്ലതാട്ടോ. എന്നാൽ വീണ്ടും നമ്മൾ ഈ അരപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കുമ്പോഴേക്കും അത് നല്ല രീതിയിൽ വരും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നമുക്കിനിയിപ്പം അരപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കണവത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. എനിക്ക് ഈ കണവ ഉണ്ടല്ലോ റോസ്റ്റ് ആക്കിയിട്ടും ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കുന്നതിൽ നിന്നും ഇഷ്ടം ഇങ്ങനെ ഒരു എന്താ പറയുക തോരനാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ കണവത്തോരനെല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരു മുരിങ്ങയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയ്ക്കയും സവാളയും കൂടി ഇട്ടിട്ട് ഒരു അവിയലും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ഒരു അവിയലും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നാടൻ കറികളൊക്കെ കൂടിയിട്ടുള്ള ഒരു ലഞ്ചാട്ടോ. ഇന്നിപ്പം വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് കറികൾ വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് തൈര് മാത്രം ഉണ്ടെങ്കിൽ ചോറും തൈരും കൂട്ടി അവരങ്ങ് കഴിച്ചോളും. അപ്പം എല്ലാവരും ഉള്ളപ്പം പിന്നെ ഇങ്ങനെ ഒരുപാട് കറിയെല്ലാം ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെത്തോലി ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം നാടൻ കറികൾ, മോര് കാച്ചിയതും പിന്നെ അവിയലും പിന്നെ കണവത്തോരനും ഫിഷ് ഫ്രൈയും ഒക്കെ ആയിട്ടുള്ള നാടൻ ഒരു ഉച്ചയൂണാണ് ഇന്നത്തേത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകിട്ട് ഐക്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ കുറേ നടന്നതിന് ശേഷം ഇവർക്ക് ഫുഡ് കഴിക്കുക വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ബർഗർ കിങ്ങിൽ കയറി ബർഗറൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.